ഇന്ന് നല്ല ഒരു ഇടിഞ്ചക്ക തോരൻ്റെ റെസിപ്പി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ചക്ക എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പരുവായിട്ടുള്ള ഒരു ചക്ക തന്നെയാണ്. അത് നമുക്കതിൻ്റെ ഒരു പകുതി മുറിച്ച് നല്ലപോലെ കഴുകി തോലെല്ലാം വൃത്തിയാക്കി എടുക്കാം. ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചില ചക്ക പെട്ടെന്ന് വേവും. നല്ല ഫ്രഷ് ചക്കയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും കൂടെ ചേർത്ത് നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു വിസിലേ അടിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വേവുള്ള ചക്കയാണെങ്കിൽ 2-3 വിസിലൊക്കെ അടിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു വിസിലടിച്ച പാട് തന്നെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്ക് ചതച്ചെടുക്കാം. ഇനി ചതച്ചെടുത്തത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ആ ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഒരു 6-7 കുഞ്ഞുള്ളി ചതച്ചെടുത്തതും അതുപോലെ തന്നെ 5-6 വെളുത്തുള്ളി ചതച്ചെടുത്തത്, കുറച്ച് കറിവേപ്പില ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വറ്റൽമുളക് പൊടിച്ചെടുത്തതാണ്. അതുകൂടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. തേങ്ങ ചിരണ്ടിയത് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം. ചക്ക ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ തേങ്ങയും മുളകും എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇടിഞ്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇടിഞ്ചക്ക തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.